ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് ഷുഗർ ബീഡാണ്. ഷുഗർ ബീഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി വർക്കാണ് ഞാൻ നിങ്ങൾക്കിന്ന് പഠിപ്പിച്ചു തരുന്നത്. അതെന്താ നമുക്ക് നോക്കാം. അതിനാവശ്യമുള്ളത് എന്തൊക്കെയാ വെച്ചാൽ ഇതാണ് ഷുഗർ ബീഡ്. വളരെ ചെറിയ തരി മാതിരിയുള്ള ഷുഗർ ബീഡാണ് ഇതിന് ഉപയോഗിക്കുക. ഇത് ഗോൾഡൻ കളറിലും മെറ്റാലിക് കളറിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത് മെറ്റാലിക് കളറിൽ കിട്ടുന്ന ഷുഗർ ബീഡാണിത്. അത് നമ്മൾ ഏതെങ്കിലും ഒരു അടപ്പിലോ എന്തിലെങ്കിലും ആക്കിയിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. കാരണം അത്രയും ചെറിയ തരികളായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അത് ചെറിയൊരു അടപ്പിൽ ഇങ്ങനെ ആക്കി വെക്കുക. അതിനുപയോഗിക്കുന്ന സൂചി എന്ന് പറഞ്ഞാൽ സൂചി നമ്പർ 12 ആണ്. നീഡിൽ നമ്പർ 12 ആണ് നമ്മൾ ഇതിന് ഉപയോഗിക്കേണ്ടത്. വളരെ തിന്നായിട്ടുള്ള സൂചിയാണത്. അതിൽ നൂല് കോർക്കേണ്ടത് നമ്മുടെ മെഷീൻ എംബ്രോയിഡറി ത്രെഡ് അല്ല, മറിച്ച് നമ്മുടെ മെഷീൻ ത്രെഡാണ് അതിന് ഉപയോഗിക്കേണ്ടത്. ഏത് കളറാണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കളർ നമുക്ക് ഉപയോഗിക്കാം. സൂചി എംബ്രോയിഡറിക്ക് ഉപയോഗിക്കുന്ന സൂചിയല്ല, മറിച്ച് നീഡിൽ നമ്പർ 12 ആ സൂചി ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഷുഗർ ബീഡ്സിന്റെ വർക്കുകളൊക്കെ ചെയ്യേണ്ടത്. അതിൽ കോർക്കേണ്ടതും എംബ്രോയിഡറി നൂലല്ല, മറിച്ച് നമ്മുടെ മെഷീൻ നൂലുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇത് കൊണ്ടുള്ള വർക്ക് ഷുഗർ ബീഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ക്ലോത്തിൽ ഓൾറെഡി ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യേണ്ട സ്റ്റിച്ച് എന്താന്ന് വെച്ചാൽ ബാക്ക് സ്റ്റിച്ച് ആണ് ചെയ്യേണ്ടത്. സൂചി മെല്ലെ കുറച്ച് മുന്നിലായിട്ടാണ് കുത്തി പുറത്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ ഷുഗർ ബീഡ് മെല്ലെ കോർത്തെടുക്കുക. അത് കോർത്തെടുക്കേണ്ടത് 3 എണ്ണം. നോർമലി 3 എണ്ണമാണ് കോർത്തെടുക്കേണ്ടത്. കാരണം ഈ സൂചി വളരെ ചെറുതാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഷുഗർ ബീഡിന്റെ ഹോളിൽ കൂടെ അത് വളരെ ഈസി ആയിട്ട് കയറുകയും ചെയ്യും. ഇതാ കണ്ടോ, 3 എണ്ണം സുഖമായിട്ട് കയറി. അതിനുശേഷം മെല്ലെ താഴ്ത്തി ഈ ബീഡ് എവിടെയാണ് അവസാനിക്കുന്നത് കറക്റ്റായിട്ട്, ലൂസായിട്ടോ ടൈറ്റായിട്ടോ കൂടുക കുറയോ ഒന്നും ചെയ്യരുത്. കറക്റ്റായിട്ട് എവിടെയാണോ നിൽക്കുന്നത് അവിടെ വെച്ച് താഴത്തേക്ക് കുത്തിയിറക്കുക. അപ്പം നമ്മൾ ഓൾറെഡി 3 ബീഡ് ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി ഇപ്പൊ നമുക്കിപ്പോ ഒരു ചെറിയൊരു ഇത് കിട്ടിക്കഴിഞ്ഞു. എവിടെയാണ് ഇനി ഈ നെക്സ്റ്റ് സൂചി കുത്തേണ്ടത് എന്ന്. കാരണം 3 ബീഡ് മാത്രമേ അവിടെ നിൽക്കാൻ പാടുള്ളൂ, അതിനുള്ള ഗ്യാപ്പ് മാത്രമേ വിടാൻ പാടുള്ളൂ. അപ്പൊ ഈ 3 ബീഡിനുള്ള ഗ്യാപ്പാണ് ഞാൻ ഇവിടെ വിട്ടിരിക്കുന്നത്. വീണ്ടും ഇതുപോലെ തന്നെ കോർത്തെടുക്കുക. ഇങ്ങനെ കണ്ടോ, സൂചി നീഡിൽ നമ്പർ 12 ആയതുകൊണ്ട് തന്നെ ബീഡ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് ഇതിൽ കോർക്കാനും നമുക്ക് വർക്കുകളൊക്കെ ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. അതിനുശേഷം ഇതേപോലെ തന്നെ ബാക്കിലേക്ക് ഈ ബീഡ് അവസാനിച്ച് അത് കറക്റ്റ് പോയിന്റിലേക്ക് വെച്ച് താഴ്ത്തുക. ഇപ്പൊ നോക്കി നോക്കൂ, കറക്റ്റായിട്ട് ആ ലൈനിൽ വന്ന് നിന്നു. എവിടെയാണോ 3 ബീഡ്സ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. കറക്റ്റ് 3 ബീഡ്സിനുള്ള ഗ്യാപ്പ് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. വീണ്ടും ഇതേപോലെ തന്നെ കോർത്തെടുക്കുക. ഇതേമാതിരി എന്തെങ്കിലും ക്യാപ്പോ എന്തിന്റെങ്കിലും അടപ്പ് വെച്ചിട്ടാണ് നിങ്ങൾ ബീഡ്സ് വെച്ച് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതാ ഈ ലാസ്റ്റ് അവസാനിച്ച ബീഡിന്റെ ഒപ്പം തന്നെ വെച്ച് താഴത്തേക്ക് ഇറക്കുക. ഇപ്പൊ ലൈനിലൂടെ തന്നെ കൃത്യമായിട്ട് അത് ഫിക്സ്ഡ് ആയിട്ട് അവിടെ കിടക്കും. ഇങ്ങനെയാണ് ഷുഗർ ബീഡ് വെച്ച് നമ്മുടെ ത്രെഡിൽ നമ്മൾ ചെയ്യുന്ന വർക്ക്. നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് സൂചി ഇങ്ങനെ പുറത്തെടുക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ബീഡ്സുകൾ കയറ്റുമ്പോൾ
3 കൂടുതൽ അധികം കയറ്റാൻ നിൽക്കരുത്. കാരണം വളരെയധികം ബീഡ്സ് ആയി അതിങ്ങനെ ലൂസായി ഇങ്ങനെ അയഞ്ഞു കിടക്കും. അപ്പൊ എപ്പോഴും ഒരു നോർമലി പാകം എന്ന് പറയുന്നത് 3 3 അല്ലെങ്കിൽ 4. അതിനപ്പുറം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ക്ലോത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ അയഞ്ഞു കിടക്കും. അപ്പൊ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. കുട്ടികളുടെ ഉടുപ്പിലായാലും ബ്ലൗസിലൊക്കെയാണ് പൊതുവേ നമ്മൾ ഷുഗർ ബീഡിന്റെ വർക്കുകളൊക്കെ ചെയ്യുക. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫില്ലിംഗ് സ്റ്റിച്ചായിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി വർക്കാണിത്. ഇനി ഞാൻ ചെയ്ത ഒരു ചെറിയൊരു മോട്ടീഫ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാനിവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷുഗർ ബീഡ് വെച്ചിട്ടുള്ള വർക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഔട്ട്ലൈൻ സ്റ്റിച്ച് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഫില്ലിങ്ങോട് കൂടി ഫുള്ളായിട്ട് ഫില്ലിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. എന്താ പറയുക, ബ്ലൗസിലൊക്കെ ചെയ്യുമ്പോൾ ഫ്ലവേഴ്സിലും പെറ്റൽസിലും ഒക്കെ ഫില്ല് ചെയ്ത് ചെയ്യാൻ പറ്റിയ അടിപൊളി വർക്കാണ് ഷുഗർ ബീഡ് കൊണ്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ മക്കളുടെ ഉടുപ്പിലും ചുരിദാറിന്റെ യോക്ക് പാട്ടിലും ബ്ലൗസിലും എല്ലാം ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന എല്ലാവരും തുടർന്ന് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.